പാലക്കാടിൻ്റെ തിരക്കിൽ നിന്ന് മാറി മംഗലം ഓഫ് റോഡ് വഴികളിലൂടെ കിലോമീറ്ററുകൾ പിന്നിട്ട് പോകുമ്പോൾ പ്രകൃതിയുടെ അതിൻ്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ കാത്തിരിക്കുന്ന ഒരു രഹസ്യ ലോകമുണ്ട്. കുഞ്ചേർവതി ഏകദേശം 250 ഏക്കറിലെ പരന്നടക്കുന്ന ഒരു സ്വകാര്യ എസ്റ്റേറ്റാണ്. മൂടൽമഞ്ഞും മഴയും പച്ചപ്പും ചേർന്ന് തീർത്ത ഈ ഒരു സ്വപ്ന ഭൂമിയാണിത്. അധികം ആളുകൾ ഇങ്ങോട്ട് കയറി വരാത്തതിനാൽ അതിൻ്റെ ഒരു സൗന്ദര്യം ഇവിടെ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നുണ്ട്. കുഞ്ചേർവതി ചുറ്റി നിൽക്കുന്നത് നെല്ലിയാമ്പതി മലനിരകളും പറമ്പിക്കുളവും പശ്ചിമഘട്ടത്തിൻ്റെ അതിമനോഹരമായ ഭൂപ്രകൃതിയാണ്. പുലർച്ചെ മലകളെ പൊതിഞ്ഞു കിടക്കുന്ന കോടമഞ്ഞും ഇവിടെ ഓരോ നിമിഷവും ഓരോ സിനിമ ഫ്രെയിമാക്കി മാറ്റുന്നു. പ്രകൃതിയെ അതിൻ്റെ രൂപത്തിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുഞ്ചേർവതി ഒരു യാത്രാസുഖമല്ല, പ്രകൃതിയുടെ ഹൃദയമിടിപ്പ് കേൾക്കാൻ കഴിയുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ എല്ലാവർക്കും കുഞ്ചേർവതി എന്ന് പറയുന്ന പാലക്കാടിൻ്റെ ഒരു ഹിഡൻ സ്പോട്ടിലേക്ക് സ്വാഗതം. ക്യാമറ, ഡ്രോൺ, ബാഗ്, ഷൂസ്, കോട്ട് എല്ലാമായി. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നറിയുമോ? പാലക്കാട് ജില്ലയിലെ അധികം സ്പോട്ട് ചെയ്യാത്തൊരു സ്ഥലമാണ്. ഇപ്പം നെല്ലിയാമ്പതി, അട്ടപ്പാടി, ആനക്കട്ടി തമിഴ്നാട് ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ പാലക്കാട് എന്നുള്ള ഒരു കിടിലൻ സ്ഥലമാണ് കുഞ്ചേർവതി എന്ന് പറയുന്നത്. നെല്ലിയാമ്പതിയുടെ വേറൊരു സൈഡാണ്. പക്ഷെ അങ്ങോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് മംഗലം പോയി അവിടെ നിന്ന് നേരെ കടപ്പാറ പോയി കടപ്പാറയിൽ നിന്ന് ഓഫ് റോഡ് വഴിയാണ് കുഞ്ചേർവതി എത്തുക. അവിടുത്തെ ഒരു റിസോർട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നല്ല കിടിലൻ പ്ലേസ് ആണെന്നാണ് പറഞ്ഞത്. അബദ്ധവശാലാണ് ശരിക്കും നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. കാരണം ഞങ്ങൾ വേറൊരു സ്ഥലം പോകാനിരുന്നതാണ്. അവിടെ മഴയും പിന്നെ അവിടെ കുറച്ച് ആനകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടും ഇപ്പോൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് അതിനെക്കാട്ടിലും കിടിലൻ സ്പോട്ടായിരിക്കുമെന്നാണ് നമ്മൾ കൊണ്ടുപോകുന്ന ആൾ പറയുന്നത്. അപ്പോൾ എന്തായാലും വെൽക്കം ടു ദ വീഡിയോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കിടിലൻ സ്പോട്ട് കിട്ടാൻ വേണ്ടിയിരിക്കുകയായിരുന്നു, പിന്നെ വേറെ കുറേ റീസൺസ്. എന്തായാലും ഈ വീഡിയോ തകർക്കും. അപ്പം നമ്മളങ്ങനെ മംഗലം എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ ആരൊക്കെ ഉള്ളതുണ്ടോ? ഹായ്, നമ്മൾ കുഞ്ചേർവതിയാണ് പോകുന്നത് കേട്ടോ. എവിടേക്കാ പോണ്? കുഞ്ചേർവതി. യെസ് യെസ് യെസ്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാ ഫുഡ് ഐറ്റംസിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവാണ്. ഒരു ലോഡ് ഐറ്റംസാണ് ഇതിനകത്ത്. എന്തൊക്കെയാണ് തമ്പുരാൻ അറിയാം. അങ്ങനെ ഫുൾ ഐറ്റംസ് ആയിട്ട് ഇവിടുന്ന് പോവാണ്. ഇവിടെ നേരെ കടപ്പാറയെ നമ്മൾ ജീപ്പിലേക്ക് കയറി അവിടെ നമ്മൾ ഓഫ് റോഡ് വഴിയാണ് ആ സ്ഥലത്തേക്ക് പോകണമെന്നാണ് പറയുന്നത്. ഓഫ് റോഡ് എക്സ്പീരിയൻസ് നമ്മൾ വഴിയേ വരുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ഓക്കെ, റെഡി? ഓക്കെ, പോവാം, ബൈ. ഇപ്പം നമ്മുടെ കൂടെ ഇന്ന് യാത്ര എന്ന് പറയുന്നത് കുറച്ച് വലിയ വലിയ ആൾക്കാരാണ്. ആരൊക്കെയാണെന്ന് പറഞ്ഞത് അല്ലേ? നിഖിൽ ബ്രോ, അനീഷ്, ജലീലിക്ക, ആ വൈശാഖിന്റെ ആദ്യത്തെ ട്രിപ്പാണ് നമ്മളോട് അല്ലേ? യെസ്. അപ്പം എന്തായാലും അല്ല അങ്ങനല്ല, വൈശാഖ് ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മളിപ്പോൾ കടപ്പാറ എത്താറായിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം സമയം ഒരു 2:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കടപ്പാറയിൽ നിന്ന് മാറി ജീപ്പിന് പോകും. അപ്പോൾ ഇനി ആ ജീപ്പിലുള്ള കാഴ്ചകളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കടപ്പാറയിലാണ്. കടപ്പാറ ചെറിയൊരു സ്ഥലമാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ കാണുന്ന ബാക്കിൽ കാണുന്ന ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കണം. ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോൾ കാണിച്ചിട്ടുള്ള സ്ഥലമാണിത്. കടപ്പാറയിലെ ഈ ആലിങ്കൽ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന പുഴ കണ്ടില്ലേ? അങ്ങനത് നമ്മുടെ ജീപ്പ് റെഡി ആയിരിക്കുകയാണ്. ഫ്രണ്ടിൽ തന്നെ കയറിയിരുന്നല്ലേ? ആ വണ്ടിയുടെ ഫ്രണ്ടിൽ വണ്ടി ഫുള്ള് തിക്കി നിറഞ്ഞ് മുകളും താഴെ നമ്മൾ ലോക്കാണ്. യെസ്, നമ്മുടെ ഷായച്ചേട്ടനാണ് നമ്മുടെ ഡ്രൈവർ. ഫുൾ ചില്ലായിരിക്കും. ഇവിടുന്ന് ഏകദേശം ഒരു 10-40 മിനിറ്റ് എടുക്കും എന്നാണ് പറയുന്നത്. 2.5 മണിക്കൂറോ? നല്ല കിടിലം കാറ്റ്, അടിപൊളി അറ്റ്മോസ്ഫിയർ. മഴ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആംബിയൻസ് കിടും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓഫ് റോഡ് ജസ്റ്റ് കയറി വന്നു കഴിഞ്ഞിട്ട് കണ്ടോ അവിടെ നിന്ന് കാണുന്ന വ്യൂ. ഈ ഓപ്പൺ എയറിൽ എങ്ങനെ കഴിക്കാൻ നോക്കിയേ. ചോറ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് കഴിച്ചു നോക്കിയാ?
ആ മീൻകറി സൂപ്പറായിട്ട് കേട്ടോ, കിടിലൻ മീൻകറി. കുഞ്ചാർവതിയിലെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് അവിടുത്തെ കുരുമുളകാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കുരുമുളകാണ് കുഞ്ചാർവതിയിലെ കുരുമുളക് എന്ന് പറയുന്നത്. ഈ ഷായച്ചേട്ടൻ്റെ പറമ്പാണ് ആ ഓപ്പോസിറ്റ് കാണുന്നത് അല്ലേ? എത്ര 12 ഏക്കറാ? അങ്ങനെ നമ്മൾ ഷായച്ചേട്ടൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഓഫ് റോഡ് ആരംഭിച്ചു. ഷായച്ചേട്ടൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു 92 മോഡൽ ജീപ്പാണ് പുള്ളിയുടെ കയ്യിലുള്ളത്, മഹേന്ദ്രയുടെ. അത് വെച്ച് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്. പുള്ളി പണ്ട് കാലത്ത് ഈ റിസോർട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. പുള്ളി നല്ലൊരു കർഷകൻ കൂടിയാണ്. പോകുന്ന വഴി എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ് അപ്പുറത്തും ഇപ്പുറത്തും എങ്കിലും അവിടെ ആൾതാമസം വളരെ കുറവാണ്. വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ക്വാർട്ടേഴ്സ് മാത്രമേ നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ, അതും വളരെ ഒറ്റപ്പെട്ട സ്ഥലത്ത് മാത്രം. പിന്നെ പോകുന്ന വഴി പൂർണ്ണമായും ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, പിന്നെ കുറച്ച് ദൂരം കഴിയുമ്പോൾ പിന്നെ ഫുള്ള് ഈറ്റത്തോട്ടങ്ങളാണ്. നമുക്കവിടെ മൃഗങ്ങളെ ഇടയ്ക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് അവർ പറയുന്നതെങ്കിലും ഞങ്ങൾക്കത് കാണാൻ സാധിച്ചില്ല. കാലാവസ്ഥയുടെ കാരണമാണെന്നാണ് പറയുന്നത്. ഏകദേശം 1.5 മണിക്കൂർ നമുക്ക് മുകളിലേക്ക് ഈ ഓഫ് റോഡ് വഴി പോകേണ്ടിയിരിക്കുന്നു ജീപ്പിൽ. വണ്ടിയിൽ നമ്മൾ ഫുൾ ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് അധികം കുലുക്കം അറിയില്ല എന്നുള്ളതാണ്. യെസ്, അങ്ങനെ നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാവരും എത്തി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ആംബിയൻസ് നല്ല തണുപ്പാണ് ഇപ്പോൾ. നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പൊക്കെയായി. 1.5 മണിക്കൂറിന് മേലെ നമ്മൾ ജീപ്പിലിരിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഫെൻസ് കയ്യിലല്ലാണ്ട് പിന്നെ ജീപ്പ് ഒരു രക്ഷയില്ല. പിന്നെ അതേ നോക്കിയേ കോട ഇറങ്ങുന്നത് കണ്ടാ, അവിടെ അതേ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഈ റിസോർട്ട് തന്നെയാണ്. 250 ഏക്കറോളം വരുന്ന ഈ റിസോർട്ടിന് ചുറ്റുമായിട്ട് അധികം ബഹളങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒരു പീസ്ഫുൾ ആംബിയൻസ് മാത്രം. ഈവൻ ഇങ്ങോട്ട് വരുന്ന റോഡ് പോലും വളരെ ഫ്രഷ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. പുല്ലുകൾ പോലും ചതഞ്ഞു പോയിട്ടില്ല എന്ന് തോന്നും. കാരണം അത്രയും ആളുകൾ ഇങ്ങോട്ട് സഞ്ചാരമില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രഷ്നെസ് നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ അട്ടശല്യമുണ്ട്. അതിനുള്ള മരുന്നും അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ മരുന്നടിച്ചു കഴിഞ്ഞാൽ അധികം അട്ട നമ്മുടെ ദേഹത്ത് കയറില്ല എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ വാച്ച് ടവറിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന്, വാച്ച് ടവർ അല്ല ഇത്, ഇവിടുന്ന് സിപ്പ് ലൈനാണ് കണ്ടല്ലോ. ഈ സിപ്പ് ലൈൻ അങ്ങോട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ ഇവിടെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കയറി എന്നതാണ്. അറ്റ്മോസ്ഫിയർ കിടിലാണ്. മഴ ചെറുതായിട്ടൊന്ന് ചാരി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മഴ പെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. നമ്മളങ്ങനെ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. ഏകദേശം 6:30 ഗെയിംസിനൊക്കെ ഉള്ള സെറ്റപ്പ്. എന്നാലും ഇതിൻ്റെ മുകളിൽ ഞാൻ കയറി നിന്ന്. കൊള്ളാം, രാവിലത്തെ ആംബിയൻസും നടക്കുന്ന വൈബും എല്ലാം അടിപൊളി. സ്വർഗം എന്ന പോലെ കുറച്ച് നേരം അവിടെ അങ്ങനെ നിൽക്കുക. അവിടെ ഒരു ഗ്രൗണ്ടാണത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കിടില ആംബിയൻസ് എന്ന് പറയില്ലേ, ചുറ്റും കോട, നമുക്ക് കാറ്റ്, നല്ല കിടിലം കാറ്റ്, മഴയൊക്കെ ഒന്ന് തുറന്നു. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നവർക്കാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസും അമ്മാതിരി സാധനം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂറായി, 1.5 മണിക്കൂറായി. പക്ഷേ കിടിലൻ ആംബിയൻസ്, ഒരു രക്ഷയില്ല. പുള്ളി നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വേറെ സംഭവമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ പുള്ളിട്ട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്റെ മോനെ, കോട മാത്രമല്ല ഇവിടുത്തെ വൈബ്, കാട്ടിക്കൂടുള്ള യാത്ര, ജീപ്പ് സഫാരി, മാത്രമല്ല ഫുൾ ടൈം മഴ. പിന്നല്ല. അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷം ഞങ്ങളൊരു കാപ്പിയെല്ലാം കുടിച്ച് ഒന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത്ര നേരം ചെറിയൊരു മഴയുണ്ടായിരുന്നു, ഇപ്പോൾ ഫുൾ കോടയായി. മഴ മൊത്തം മാറി ഫുൾ കോടയായിരിക്കുകയാണ്. ഞാൻ ഈ സ്ഥലത്തിനെ പറ്റി പറയാം. ഇത് പാലക്കാട് മംഗലം ഡാമെന്ന് കടപ്പാറ വഴി കുഞ്ചാർവതി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഗൂഗിൾ മാപ്പിനകത്ത് അങ്ങനെ കിട്ടില്ല ഈ സ്ഥലം. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ പേരെന്ന് പറയുന്നത് മൗണ്ട് സിയോൺ എന്ന് പറയുന്നൊരു റിസോർട്ടാണ്. അത്ര പോപ്പുലറൊന്നുമല്ല, അവരത്ര പ്രൊമോട്ടും ചെയ്തിട്ടില്ല. മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് ഇവിടെ കൂടുതലും വരുന്നത്. എന്നെ ഇവിടെയുള്ളൊരു താഴെ താമസിക്കുന്ന ഒരാൾ എനിക്ക് പറഞ്ഞു തന്നാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാം പേജും അല്ലെങ്കിൽ നമ്പറും ഞാൻ കൊടുക്കാം. ഒരു പ്രൊമോഷനല്ല കേട്ടോ, ഇതൊരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണെങ്കിലും ഹാപ്പി. അങ്ങനെ മഴ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് റെയിൻകോട്ട് ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്നതാണ്. എങ്ങനെയുണ്ട്?
ആംബിയൻസ് ഒരേ വൈബ്. ഒരേ വൈബ്. രാവിലെ എഴുന്നേറ്റിട്ട് മഴ, കാറ്റ്, കോട, വെയില് മാത്രം കിട്ടിയിട്ടില്ല. അത് വെയിൽ ആവശ്യമില്ലല്ലോ, നമുക്ക് നാട്ടിൽ ആവശ്യത്തിന് വെയിലുണ്ടല്ലോ. എന്ത് വേണോ അത് ഇങ്ങനെ സ്വിച്ച് മാറുന്ന പോലെ മൂഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല മഴ കേട്ടോ. അവിടെ കുറച്ച് പോയി നല്ല പുട്ടും കോഴിക്കറി ഉണ്ടെന്നാ പറഞ്ഞ. പോയി ഭക്ഷണമൊക്കെ കഴിച്ച്, പുട്ടും കോഴിക്കറി നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന കോഴി ബാലൻസ് കറി ആയിരിക്കും. ലൊക്കേഷൻ അഡ്ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ എൻ്റെ ആ ഒരു നെഗറ്റീവ് കൊണ്ട് എല്ലാ സാധനവും മാറി. അതാണ് എനിക്ക് വേണ്ടത്. അതെ, അമ്മാതി ക്ലൈമറ്റ്, അമ്മാതി ലൊക്കേഷൻ, ഒരു രക്ഷയില്ല. റിസർവ്ഡ് ഫോറസ്റ്റിൻ്റെ നടക്കുന്ന ലൊക്കേഷൻ തീരെയില്ല. എന്താ പറയുക, മഴയായി പോയി, കുറേ കണ്ടന്റ് വന്നത്. ഇന്നലെ വന്നപ്പോൾ തൊട്ട് ഇവിടുത്തെ താരമാണ് ഈ താറ്. അല്ല അനീഷേടാ, കറക്റ്റ് സ്പോട്ടിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് അല്ലേ ആ ഒരു ആംബിയൻസിൽ. അങ്ങനെ ഭക്ഷണമെല്ലാം കിടിലായിരുന്നു. പുട്ടും ചിക്കനും പിന്നെ മുട്ട പുഴുങ്ങിയത്, കട്ടൻ ചായ, കിടിലായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളൊരു ഏകദേശം 2 മണിക്കൂറിനടുത്ത് 1.5 മണിക്കൂറിനടുത്ത് നമ്മൾ ജീപ്പിലിരുന്ന് കഴിയുമ്പോൾ ഈ ആംബിയൻസ് ആ ജീപ്പിൽ കിട്ടില്ല. ശരിക്കും ഇവിടെ എത്തി നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ ക്ലൈമറ്റ് മാറുക, ആംബിയൻസ് മാറുക എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു അവസ്ഥ. കാരണം ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തുന്നവരെ നമുക്കിത് ഫീൽ ചെയ്തിട്ടില്ല, ഈ കോടയും കാര്യങ്ങളൊന്നും. ജസ്റ്റ് ഈ പ്രോപ്പർട്ടിക്ക് എൻ്റർ ചെയ്ത ശേഷമാണ് ഇത് കറക്റ്റായിട്ട് ഫീൽ ചെയ്തത്. എന്ത് ആനപ്പിണ്ടാണോ അത്? ഇവിടെ ആനയൊക്കെ വരുമോ? ശരിയാണല്ലോ, അതിൽ കുരുവൊക്കെ ഉണ്ടല്ലോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ വഴിക്ക് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഒരു ഓഫ് റോഡ് ഡ്രൈവ് പോയാലോ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ. അത് പ്യുവർ ഫോറസ്റ്റാണ്, അങ്ങനെയൊന്നും അങ്ങോട്ട് പോകാറില്ല, വല്ലപ്പോഴും ഇവരൊക്കെ അങ്ങോട്ട് പോകാറുള്ളൂ. ചെറിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ആ ഡെസ്റ്റിനേഷനേക്കാളും പോകുന്ന വഴിയായിരുന്നു ശരിക്കും അട്രാക്റ്റീവ് ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാർ ആ വഴി പോകാത്തതുകൊണ്ട് തന്നെ ആ വഴിയുടെ ഒരു പച്ചപ്പുണ്ട്, അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഷായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നൊരു അനുഭൂതി, അത് മനസ്സിനുണ്ടാക്കിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. നമ്മളീ എത്തുന്ന ഒരു ഡെസ്റ്റിനേഷൻ അത്ര വലിയ സംഭവമായിരുന്നില്ല, പക്ഷെ പോകുന്ന വഴി നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിടിലുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി ഒരു രക്ഷയില്ലാത്ത വഴി കേട്ടോ. കണ്ടില്ലേ ജീപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്, എങ്ങനെയുണ്ടായിരുന്നു ഹോളി എക്സ്പീരിയൻസ്? ഓഫ് റോഡ് പീക്ക്. അതെ, വഴിയില്ലാത്ത വഴിയിലൂടെയാണ് നമ്മുടെ ചേട്ടൻ അവിടെ വന്ന വഴിക്ക് ഇതേ പാറപ്പുറത്ത് കയറി. നമ്മളെങ്ങനെ അങ്ങോട്ട് കയറുന്ന കൊണ്ട് നിൽക്കുക, ആരൊക്കെ അങ്ങോട്ട് കയറുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ വ്യൂ ആയിട്ടുള്ള സംഭവമല്ല, ഇതൊരു ആനപ്പാറയാണ്. ആന എങ്ങാനും നമ്മളിവിടെ ആക്രമിക്കാൻ വരികയാണ് ഈ പാറയുടെ മുകളിൽ കയറിയാൽ മതി എന്നൊരു കോൺസെപ്റ്റാണ് പറയുന്നത്. കാരണം ആ പാറയുടെ മുകളിലുള്ള മരം അത് രക്ഷയില്ല കേട്ടോ. അത് നോക്കിയേ, കണ്ടോ? അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ഒരു താറ് നമ്മുടെ കൂടെ വന്നു, അതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അരവിന്ദ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതിലാണ് എടുക്കുന്നത്, 4 Pro ഇതിനകത്താണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൂട്ടേജ് നമ്മുടെ വ്ളോഗിനകത്തും വരും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പി അല്ലേ? അതെന്താ നീ ഹാപ്പി അല്ലാത്? വിശക്കുന്നാ, നിനക്ക് ഭക്ഷണം തരടാ. ഇനി താഴെ പോയിട്ട് നമുക്കല്ല ബിരിയാണി കഴിക്കാം. അങ്ങനെ ഒരു കിടിലം സ്റ്റേക്ക് ശേഷം നമ്മൾ നാട്ടിലേക്ക്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. താങ്ക് യു, ബൈ ബൈ, സി യു.